ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകാദശിയോടനുബന്ധിച്ച് വലിയ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നാളെ രാവിലെ 9 മണിവരെ ക്ഷേത്രനട പൂർണ്ണമായും തുറന്നിരിക്കും. 40,000 ഭക്തർക്ക് ഏകാദശി വ്രത വിഭവങ്ങൾ പ്രസാദമൂട്ടായി നൽകും. അതേസമയം കുടുംബത്തിൽ മരണം നടന്നതിനാൽ തന്ത്രിക്ക് ഏകാദശി ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജയ്ക്ക് പകരമായി തുലാമാസത്തിലെ ഏകാദശി ദിനത്തിൽ ഉദയാസ്തമന പൂജ നടത്താനുള്ള ദേവസ്വത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് തന്ത്രി കുടുംബം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഈ തീരുമാനം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തന്ത്രി കുടുംബത്തിലെ 9 അംഗങ്ങൾ കോടതിയെ സമീപിച്ചത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ദേവസ്വത്തിനോട് വിശദമായ സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകാദശിയിലെ പൂജ ഒഴിവാക്കാൻ അനുവദിക്കില്ലെന്ന് തന്ത്രി കുടുംബാംഗമായ പുഴക്കര ചേന്ന സതീശൻ നമ്പൂതിരി ജനം ടിവിയോട് പറഞ്ഞു. എത്രയോ ഒരു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പൂജയാണ്. അത് ഏകാദശി ദിവസം തന്നെ നടത്തുന്നതാണ്. അത് വേറെ ദിവസം നടത്തിയോണ്ട് അതിൻ്റെ ഒരു ഫലമൊന്നുമില്ല. കാരണം പണ്ടത് ചെറുളയം പാലസ് കോവിലൊന്ന് നടത്തിയിരുന്നതാണ്. അത് അവർ നടത്താൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുക്കുകയും അവർ തുടർന്ന് അതുപോലെ തന്നെ നടത്താമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു തുലാമാസത്തിലെ വെളുത്ത വർഷത്തിലെ ഏകാദശിക്ക് നടത്തി തന്നുകൊണ്ട് ഗുരുവായൂർ ഏകാദശിക്ക് നടത്തിയ പോലെയൊന്നും ആവുന്നില്ല. ആ ദിവസം നടത്തേണ്ട പൂജ അന്ന് തന്നെയാണ് നടത്തേണ്ടത്. അതിനെന്ത് കാരണം ഉണ്ടായാലും ആ ദിവസം തന്നെ നടത്തണം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം. പ്രതിഷ്ഠാ ദിനത്തിലാണ് ഗുരുവായൂർ ഏകാദശി ആചരിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യരാണ് ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ ചിട്ടപ്പെടുത്തിയത്. പതിറ്റാണ്ടുകളായി തുടർന്നു വന്നിരുന്ന ആചാരം മുടക്കാനുള്ള തീരുമാനത്തിനെതിരെ ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തിയിട്ടുണ്ട്. ആചാരലംഘനം അനുവദിക്കാനാവില്ലെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. തീരുമാനം മാറ്റാൻ ദേവസ്വം തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമെന്ന് ഹിന്ദു ഐക്യവേദി പറഞ്ഞു. അവിടുത്തെ ആചാരം സംരക്ഷിക്കാൻ കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഗതികേടാണ്. അപ്പോൾ ഈ ഉദയാസ്തമന പൂജ അന്നേ ദിവസം നടത്തില്ല എന്ന് തന്നെയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ ഹിന്ദു സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശക്തമായ സമര പരിപാടികളുമായിട്ട് ഹിന്ദു ഐക്യവേദി മുന്നോട്ട് പോകും. ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റിനും മറ്റു ഭരണസമിതി അംഗങ്ങൾക്കും ക്ഷേത്ര സങ്കേതത്തിലേക്ക് വരാൻ പറ്റാത്ത പ്രതിരോധ പരിപാടികളുമായിട്ട് ഹിന്ദു സംഘടനകൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദേവസ്വം ബോർഡിന്റെ ഉദ്ദേശം എന്താണ്? ദേവസ്വം ബോർഡ് സ്ഥാപിക്കപ്പെട്ടത് ആ ക്ഷേത്രത്തിന്റെ സംരക്ഷണം, അതിന്റെ ആചാരങ്ങളുടെ പരിപാലനം, അതിന്റെ പരിപോഷണം, ഈ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ദേവസ്വം ബോർഡ് എന്താ ചെയ്യുന്നത്? അന്നത്തെ ആ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആചാരം ഉദയാസ്തമന പൂജ അവരുടെ സൗകര്യത്തിനനുസരിച്ച് മറ്റൊരു മാസത്തേക്ക് നീട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളോടും വിശ്വാസങ്ങളോടും ചെയ്യുന്ന കടുത്ത അനീതിയാണ്. എന്തുകൊണ്ടാണ് ഈ ഉദയാസ്തമന പൂജ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത് എന്നുള്ള ചോദ്യത്തിന് ആകെയുള്ള ഉത്തരം തിരക്ക് കാരണം കൊണ്ടാണ് എന്നാണ്. ക്ഷേത്രത്തിലെ ആചാരങ്ങൾ തിരക്ക് കൊണ്ട് മാറ്റിവെക്കാവുന്നതാണോ? ഇതെല്ലാം ആരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്, ഏത് നിലപാടാണ് ഇവരെടുക്കുന്നത്, എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളത് സംശയാസ്പദമാണ്. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തീരുമാനങ്ങളൊക്കെ ക്ഷേത്ര വിശ്വാസികളല്ലാത്ത ഭരണകൂടം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണ്. ദേവസ്വം ബോർഡ് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള സ്ഥാപനമല്ല, രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പാക്കാനുള്ള സ്ഥാപനമല്ല. ഉദയാസ്തമന പൂജ ഒഴിവാക്കിയത് അതിരഹസ്യമായി നടത്തിയ ഒറ്റരാശി പ്രശ്നത്തിലൂടെയാണെന്ന് ഭക്തജനങ്ങളുടെ ആരോപണമുണ്ട്. ജനം, തൃശൂർ.